മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതു തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ്. അവസാനമായി UDF സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം കൊഴുത്തു തുടങ്ങി. ഇടത് NDA സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് അല്പം മുന്നിലെത്തിയിട്ടുണ്ടെങ്കിലും ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ ഒരാഴ്ചയായി വിഷയങ്ങൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ തന്ത്രത്തിന് രൂപം നൽകാനും മുന്നണികൾ ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതുപോലുള്ള തിരിച്ചടി ഇക്കുറി ഉണ്ടാക്കാതിരിക്കാൻ ഇടതുമുന്നണി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കഴിയുന്നത്ര ഗുണകരമാക്കാനുള്ള ശ്രമത്തിലാണ് UDF. നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് NDA നീക്കം. കഴിഞ്ഞ മാസം 27-ന് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച ഇടതുമുന്നണി പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിയിട്ടുണ്ട്. മുന്നണിയുടെ സംഘടനാ ശക്തി അവർ കാര്യക്ഷമമായി ഉപയോഗിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നതിലടക്കം സാമൂഹിക മാധ്യമങ്ങളും മറ്റും പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള തന്ത്രമാണ് ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി പയറ്റുന്നത്. പ്രധാനപ്പെട്ട പ്രചാരണ തന്ത്രങ്ങൾ ഇത്തരത്തിലാണ്: BJP-യെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുക, കോലീബി ബന്ധം ആരോപിച്ചുകൊണ്ട് UDF-നെ പ്രതിരോധത്തിലാക്കുക, നിലവിലെ UDF MP-മാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നത് പ്രചരിപ്പിക്കും, സംസ്ഥാനത്ത് സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിജയം പ്രചാരണ ആയുധമാക്കും, സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടും, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലൂടെ കഴിഞ്ഞ 7 വർഷമായി സ്വീകരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി നടപ്പാക്കി വിവിധ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക, രാഹുൽ ഇഫക്റ്റ് ബാധിക്കാതിരിക്കാനുള്ള ശ്രദ്ധ. എന്നാൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മയും വന്യജീവി ആക്രമണങ്ങളും ഇടതുമുന്നണിയെ ബാധിക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന CPM സെക്രട്ടേറിയറ്റും ഇടതുമുന്നണി യോഗവും തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് രൂപം നൽകുന്നത്. സ്ഥാനാർത്ഥികളെ മാറ്റിയത് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയത് ഗുണകരമായി മാറും എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ പ്രധാന എതിരാളി CPM ഇടതുമുന്നണിയുമാണെന്ന രീതിയിൽ മുന്നോട്ട് പോകും. CPM-നും സർക്കാരിനുമെതിരെ ശക്തമായ പ്രചാരണം നടത്തുന്നതിനൊപ്പം BJP-യെയും വിമർശിക്കും. ഇടതുമുന്നണി സർക്കാരിനെതിരെ ഉയർത്തിയ അഴിമതികൾ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ക്ഷേമ പെൻഷൻ, സിവിൽ സപ്ലൈസിലെ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ എന്നിവ ഉയർത്തിക്കാട്ടും. സാമ്പത്തിക പ്രതിസന്ധിയും ആയുധമാക്കും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയും വന്യജീവി ആക്രമണങ്ങളും സർക്കാരിനെതിരായ ജനവികാരത്തിനായി ഉപയോഗിക്കും. അകന്നുപോയ സമുദായങ്ങളെ ഒപ്പം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സജീവമാക്കും. പ്രതീക്ഷ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാണ്. അതേസമയം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് നടക്കുന്ന വൻ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിനും UDF-നും തിരിച്ചടിയാകും. പ്രത്യേകിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിനിടെ BJP പാളയത്തിൽ എത്തിയ സ്ഥിതിക്ക് സംഘടനാപരമായ ദൗർബല്യങ്ങളും പാർട്ടിയിലെ അഭിപ്രായ സമന്വയമില്ലായ്മയും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകന്നുപോയതും UDF-ന് തലവേദനയാകും. പ്രധാന മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരെ നിശ്ചയിച്ച് NDA-യും പ്രചാരണത്തിൽ മുന്നേറിയിട്ടുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിലുണ്ടായ മനംമാറ്റമാണ് കേരളത്തിൽ ഇക്കുറി NDA-ക്ക് പ്രതീക്ഷ നൽകുന്നത്. അതുപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള തന്ത്രമാണ് അവർ മെനയുന്നതും. BJP-യുടെ പ്രഖ്യാപിത നിലപാടിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവരുടെ പ്രചാരണ തന്ത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്ന ടാഗ് ലൈൻ പ്രധാന ആയുധമാക്കി മാറ്റും. മോദിയെ കേന്ദ്ര ബിന്ദുവാക്കി പ്രചാരണം മുന്നേറും. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള SFIO അന്വേഷണവും മസാല ബോണ്ടിലെ ED അന്വേഷണവും സജീവമായി ഉയർത്തിക്കൊണ്ടുവരും. മനംമാറ്റമുണ്ടായ ക്രിസ്തീയ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിനുള്ള ശ്രമം, CPM പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ട് എന്ന പ്രചാരണത്തിനും ശക്തി നൽകും. പാചകവാത ഇന്ധന വില വർധനയും കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനം ചർച്ചയാകുന്നതും തിരിച്ചടിയാകുമോ എന്നതാണ് NDA-യുടെ പ്രധാന ആശങ്ക.